ഹലോ കൂട്ടുകാരെ, എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നും ഞാൻ വേറൊരു വിശേഷമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെപ്പോലുള്ളവരെ കുറിച്ചാണ്. അതായത് വയസ്സായവരെ കുറിച്ച്, ഒരു 60 വയസ്സ് കഴിഞ്ഞവരെ കുറിച്ച്. 60 വയസ്സ് കഴിഞ്ഞാൽ പൊതുവെ പറയുന്നത് വയസ്സായി, ഇനിയൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പോവാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അങ്ങനെ ഇപ്പോൾ അവിടേക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കുക, വേറെ ഒന്നും ചിന്തിക്കാനില്ല എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഇരിപ്പ്. അതിപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സായാലും എല്ലാവരും പലരും ഉണ്ട് അങ്ങനെ. എല്ലാവരും ഞാൻ പറയില്ല. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളങ്ങനെ കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കാനായിട്ട് നമുക്ക് ആരോഗ്യമുള്ള കാലം വരെ നമുക്ക് എന്തും ചെയ്യാം. നമുക്ക് ഒരു അസുഖം വന്ന് കിടപ്പായി ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുവരെ നമുക്ക് പറ്റണത്. ഇപ്പം എനിക്ക് ജോലിക്ക് പോകണമെന്നുണ്ട്, പക്ഷെ എൻ്റെ കാല് മുട്ട് ശരിയല്ല. അല്ലെങ്കിൽ ജോലിക്ക് പോകണം, ജോലിക്ക് പോയി 10 പൈസ കിട്ടിയാൽ എന്താ, അത് കുടുംബത്തിന് കിട്ടിയില്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അപ്പം നമ്മളങ്ങനെ ക്ഷീണിച്ച് അവസരമായി കിടന്നാലുള്ള പൈസയെക്കാളും വലിയ ഇപ്പം എന്താണെന്ന് അറിയാം, പൈസ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പെൻഷനുണ്ട്, ഞങ്ങൾക്ക് ജീവിക്കാൻ 2 പേർക്ക് അത് മതി. ഇനിയിപ്പോൾ ആളെന്നെ കട നോക്കിയില്ലേലും കുഴപ്പമില്ല. പക്ഷെ അതല്ലല്ലോ കാര്യം. നമുക്ക് എപ്പോഴും ഒരു ജോലിയിലാവുമ്പോൾ നമുക്കൊരു എനർജിയാണ്. നമ്മൾക്കപ്പോൾ എല്ലാം കൊണ്ടും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു എനർജി വരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ യൂട്യൂബിലൊക്കെ വന്ന് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ എനിക്ക് കാലത്ത് ഭയങ്കര പരാക്രമമാണ്. കറികൾ ഉണ്ടാക്കുമ്പോൾ അത് മുഴുവൻ കാണിക്കണം. അതിൻ്റെ ഇടയിൽ അപ്പിന് പോകാനുള്ളതാണല്ലോ, സ്കൂളിൽ പോകണം, ജോലിക്കാർക്ക് പോകണം. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുമ്പോൾ അതൊരു എനർജിയാണ്. നമ്മളങ്ങനെ ചെയ്യുമ്പോൾ അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ ചെയ്യണം. എനിക്ക് ചെയ്താലേ സമാധാനം ഉണ്ടാവും. അപ്പം ഞാൻ പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ എപ്പോഴും ഇൻവോൾവഡ് ആവണം. അപ്പം നമുക്ക് കുറേ ചിന്തകളൊക്കെ ഒഴിവാകും. അപ്പം നമുക്കുള്ള നിരാശ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഡിപ്രഷനിലൊക്കെ പോകും ചിലർ. ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല, എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അവരവരുടെ കാര്യങ്ങളായി, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ അങ്ങനെ കിടക്കുക, കുറേ നേരം കിടക്കുക, പിന്നെ എണീക്കുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുക, അപ്പോൾ തന്നെ കിടക്കുക. അങ്ങനെ കുറേ പേരെ എനിക്കറിയാം വയസ്സായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യരുതെന്നാണ് ഞാൻ പറയണത്. ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ വീട്ടിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും ഇപ്പം മക്കളുടെ കുട്ടികളായി അവരെ നോക്കാനുണ്ടെങ്കിൽ നമുക്ക് പണിയായി. പിന്നെ നമുക്ക് വേറൊരു പണിയും വേണ്ട, അവരുടെ പിന്നാലെ നടന്നാൽ മതി, അത് വേറൊരു പണി. അപ്പം തന്നെ നമ്മൾ എനർജിയായി. ഇനി അല്ലാത്തവരുണ്ട് ഭയങ്കര, ഇനി എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ ദൈവമേ, എൻ്റെ എല്ലാം നശിച്ചല്ലോ, ഇനിയിപ്പോൾ എന്തോ ചെയ്യാനാണ്, എന്നെ വേഗം ദൈവം വിളിച്ചാൽ മതി. അങ്ങനെയൊന്നല്ല, നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമ്മൾ ചെയ്യുമ്പോൾ അവർക്കതൊരു ബെനിഫിറ്റായിട്ടിരിക്കും. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ ഇത്ര നാളും ചെയ്ത പോലെ ഇനിയും ചെയ്യാം. അതുപോലെ അത് അവർക്ക് മാത്രമല്ല ഗുണം, അതിൻ്റെ പൈസയ്ക്ക് മാത്രമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു സുഖം കിട്ടും. നമുക്ക് വേറൊരു ചിന്തയ്ക്ക് അവിടെ വഴിയില്ല. ഇപ്പോൾ ഒരു രോഗം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ രോഗത്തെ കുറിച്ച് ആലോചിച്ചിരിക്കും. അയ്യോ, എനിക്ക് ഈ രോഗം വന്നു, ഇനിയിപ്പോൾ ആ രോഗം മാറി അതിങ്ങനെ ഹാർട്ടിനെ ബാധിക്കും. ഇപ്പോൾ ഹൈപ്പർ ടെൻഷനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ അത് ബാധിച്ച് നമുക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ച് അങ്ങനെ എപ്പോഴും മെഡിസിനും ഇതായിട്ട് ഇരിക്കും. ഇപ്പം എനിക്കിപ്പോൾ തടി ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ അത്രയധികം മെഡിസിൻ കഴിക്കുന്ന ആളല്ല. ഹൈപ്പർ ടെൻഷനായിരിക്കും മെഡിസിൻ കൂടിയ ഭയങ്കര പേടിയാണ്. അപ്പോൾ അതൊക്കെ എൻ്റെ കിഡ്നീനെ ബാധിക്കും, അങ്ങനെയൊക്കെ വിചാരിക്കുന്നതാണ്. അതിന് പകരം നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നാലേ നമുക്ക് കുറേ മെഡിസിനുകളൊക്കെ ഒഴിവാക്കാമെന്ന് തോന്നണം എനിക്ക്. അത് വാസ്തവമാണ്. അത് നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ ഞാൻ ചെയ്തില്ല എന്ന് വിചാരിക്കുക, ഞാനിപ്പോൾ ഇത്രയും തടിയുള്ള ആളല്ലേ, അപ്പോൾ ചെയ്തില്ല, ഞാൻ കിടപ്പാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേഗം രോഗിയായി പോകും, ഞാൻ കിടപ്പിലാവും. അതിന് യാതൊരു സംശയവും ഇല്ല. ഞാനിങ്ങനെ ഓടി നടക്കണ കാരണമാണ് എനിക്ക് അങ്ങനെ കിടപ്പിലാവാണ്ട് ഞാൻ ഇരിക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ അളപ്പാണ് കേട്ടോ. പിന്നെ രണ്ടാമത് ഇപ്പം ഈ യൂട്യൂബിൽ ഞാൻ പിടിച്ചു നിൽക്കുക എന്തായാലും. കാരണം എന്താ വെച്ചാൽ എനിക്കപ്പോൾ എപ്പോഴും പണിയാണ്. ഇപ്പം ഇത് പിടിച്ചു, അത് അതിൽ കയറ്റി, അത് ശരിയായില്ല, അപ്പോൾ എനിക്കത് മാറ്റി, പിന്നെ അത് ചെയ്തു. ഇങ്ങനെ രാത്രി വരെ എനിക്ക് പണിയില്ല. രാത്രി പിന്നെ വീട്ടിലത്തെ പണി, ഇതൊക്കെ കഴിയുമ്പോൾ നമ്മൾക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ നേരില്ല.
അപ്പൊ ഏതെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവഡ് ആവണമെന്ന് പറയാം. നമ്മൾ വല്ലാണ്ട് നിരാശയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. വയസ്സായവർക്കുണ്ട് അങ്ങനെ ഒരു അവസ്ഥയുണ്ട്, എനിക്കറിയുന്ന പലർക്കും ഉണ്ട്. അപ്പൊ ഒരു ചെറിയ രോഗം വരുമ്പോഴേക്കും അതന്നെ ടെൻഷൻ അടിച്ച് ദൈവമേ എനിക്കിങ്ങനെ വന്നില്ല. നമുക്കതൊക്കെ വഴിക്കും അതിന് നടക്കട്ടെ. നമുക്ക് മരുന്നുകളുണ്ടല്ലോ, മരുന്നുകൾ ചെയ്ത് നമ്മളിങ്ങനെ എപ്പോഴും എക്സസൈസ് ആകുമ്പോൾ തന്നെ പലതരം രോഗങ്ങൾക്ക് കുറവാണ്. അത് ഒരു രോഗം നല്ല എല്ലാ കാര്യത്തിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നല്ലതാണ് ഈ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കാണിക്കണമെന്നൊന്നുമില്ല. നമ്മള് ഓരോ കാര്യങ്ങളിൽ ഇൻവോൾവഡ് ആവാം. ബ്രെയിൻ ആയാലും ഇതിനൊക്കെ ഊർജ്ജം വേണമല്ലോ, നമ്മുടെ ശരീരത്തിൽ നിന്നാണല്ലോ പോവുക അതൊക്കെ. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവഡ് ആവും. ചെറുകാര്യത്തിലായാലും വീട്ടിലത്തെ കാര്യങ്ങളിലായാലും മതി. നമുക്ക് കുട്ടികള് ചെറിയ മക്കൾ ചിലർ വയ്യാന്ന് പറഞ്ഞിട്ട് കിടക്കും. എനിക്ക് എന്തോ അസുഖമാണ്, വലിയ കാര്യമായിട്ടുള്ള അസുഖം ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് തോന്നണം അവർക്ക് ഇനി ഒന്നും കാര്യമില്ല, അപ്പൊ എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു മക്കൾക്ക്. ഇനി അവരവരുടെ കാര്യങ്ങളായിട്ട് ജീവിക്കട്ടെ. ഞാനിപ്പോ ഇങ്ങനെ ആയില്ലേ, ഇനി ഇത്രയും പ്രായം വരെ ഞാൻ ചെയ്തല്ലോ. അങ്ങനെയല്ല, ഇത്രയും പ്രായം വരെ ചെയ്തു എന്നല്ല, നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്. നമുക്ക് എത്രയൊക്കെ പറ്റുക അത്ര വരെ ചെയ്യണം. അപ്പൊ നമ്മുടെ വീട്ടിലും ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാവും. ഒരാളിങ്ങനെ വയ്യ എന്ന് പറഞ്ഞിരിക്കുമ്പോ വീട്ടിലും ഒരു അസ്വസ്ഥതയാണ് എല്ലാവർക്കും. അപ്പൊ അതൊന്നും ഇല്ലാണ്ട് നമ്മൾ കിടക്കണ വരെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കുക. നമുക്ക് പറ്റണതായപ്പോ എന്നോട് കല്ലിച്ച് നോക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല, അതിന് പറ്റണ ഒരാളല്ല ഞാൻ. അപ്പോൾ എനിക്ക് പറ്റണത് എന്താണെങ്കിൽ ചെയ്യാം. അതങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല മാനസികവും ശാരീരികമായിട്ട് നമുക്ക് നല്ല ഉണർവുണ്ടാവും, ഉന്മേഷം ഉണ്ടാവും. അതൊക്കെ വയസ്സായവർക്കൊരു വലിയ കാര്യമാണ്. ചെറു കാര്യങ്ങളായിരിക്കാം, പക്ഷെ അത് വയസ്സായവർക്ക് എപ്പോഴും ഒരു ഉണർവാണ് മനസ്സിന്. നമ്മൾ ഒന്നും അങ്ങനെ ആയിട്ടില്ല എന്നുള്ളൊരു തോന്നലാണ്. നമുക്കെല്ലാം പറ്റും, നമ്മളുടെ ഊർജ്ജമൊന്നും നശിച്ചിട്ടില്ല എന്ന് നമുക്ക് തോന്നണ ഒരു കാര്യമാണ് ഇതൊക്കെ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.